വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള ജനം ടിവിയുടെ ലൈവ് തോണാണ്. വഖഫ് അധിനിവേശത്തിൻ്റെ ഇരകൾക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുകയുണ്ടായി. സംസ്ഥാനം ഒന്നാകെ വഖഫിൻ്റെ ഭൂമി കൊള്ളയ്ക്ക് ഇരയായവർ പലയിടങ്ങളിലായി നമ്മോട് പ്രതികരിക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള ദുരിതമാണ് സാധാരണക്കാരിലും സാധാരണക്കാരായ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമി ക്രയവിക്രയങ്ങൾക്കോ ലോൺ എടുക്കുന്നതിനോ മക്കളുടെ ഉപരിപഠനത്തിനോ എന്തിന് നിസ്സാരമായ വീട്ടാവശ്യങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അവരെ തള്ളിവിടുന്ന നിലവിലെ സ്ഥിതിയിൽ നിന്നൊരു മാറ്റം വരണമെന്ന് തന്നെയാണ് ഈ ജനത ആഗ്രഹിക്കുന്നത്. റവന്യൂ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് അവർ ആവർത്തിക്കുമ്പോഴും ഇവർക്കെതിരെ മുഖം തിരിക്കുന്ന ഇടത് വലത് മുന്നണികളെയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും വഖഫ് അധിനിവേശത്തിനെതിരെ ശക്തമായ നിലപാടുമായി BJPയും ജനം ടിവിയും ആദ്യം രംഗത്തെത്തുന്നു. മുനമ്പം ജനതയ്ക്കൊപ്പം സജീവമായി തന്നെ നിൽക്കുന്നു. ക്രിസ്തീയ സഭകളും കൂടെ നിൽക്കുന്ന കാഴ്ച. ഇന്ന് പ്രതിഷേധ സംഗമവും വൈകുന്നേരം സംഘടിപ്പിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം മുനമ്പം സമരസമിതി കൺവീനർ ആയ ജോസഫ് ബെന്നി ചേരുന്നുണ്ട്. ശ്രീ ജോസഫ് ബെന്നി, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് താങ്കൾക്ക് കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിലാണ്. പക്ഷേ ശ്രീ ജോസഫ് ബെന്നി, ഇവിടെ ഉന്നയിക്കേണ്ടുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരുടെ വാക്കാലുള്ള പരാമർശങ്ങൾക്കല്ലല്ലോ ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത്. കാരണം അവർ പറയുന്നതിനും അപ്പുറം ഇതിന് നിയമപരമായ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു കാലതാമസം, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള സർക്കാരിൽ നിന്ന് എന്ത് സഹായമാണ് ലഭിക്കേണ്ടത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായോ? ഇന്നലെ ഞങ്ങൾ വൈകിട്ട് കോട്ടപ്പുറം രൂപതയിൽ അഭിമന്യ പിതാവ് അംബ്രോസ് പുത്തൻ വീട്ടിലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 4 വക്കീലന്മാരുണ്ടായിരുന്നു. കോട്ടപ്പുറം രൂപതയിലെ സംഘടനാ പ്രതിനിധികളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛൻ റവറൻഡ് ഫാദർ ആൻ്റണി സേവ്യർ തറയിലുണ്ടായിരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന നിയമപ്രശ്നങ്ങളിൽ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് അഡ്വൈസ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ കൂട്ടായിരുന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ 22-ാം തീയതിയിൽ നടക്കുന്ന ചർച്ചയിൽ ഉരുത്തിരിയുന്ന ആശയങ്ങൾ ഏത് രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് രീതിയിൽ ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കും എന്നതിനെക്കുറിച്ച് 22-ാം തീയതിക്ക് ഉണ്ടാകുന്ന ആ മീറ്റിങ്ങിൽ ആ മീറ്റിങ്ങിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് അതിനുശേഷം ചിന്തിക്കാമെന്നാണ് പിതാവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ 2 വർഷവും 9 മാസവുമായി ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങൾക്കിത് വഖഫ് എന്താണ്, ഇത് വഖഫിൽ ഉൾപ്പെട്ടതാണോ, ഇതൊന്നും ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. ഞാനപ്പോൾ ആദ്യം പറഞ്ഞത് ഇങ്ങനത്തെ ഒരു വിഷയം വന്ന് നമുക്ക് കരമടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ചെന്നിട്ട് ഞങ്ങൾ MLA-യുമായി സംസാരിക്കുമ്പോൾ MLA വിളിച്ച് വില്ലേജ് ഓഫീസറോടോ തഹസിൽദാരോടോ പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ തന്നെ MLA-യുടെ അടുത്ത് പോകുന്നത്. പക്ഷേ ഓരോ ഘട്ടം കഴിയുന്തോറും കോടതി വക്കീലന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ വഖഫാണോ, അത് ഇത്തിരി പ്രശ്നമാണ്. ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വഖഫ് എന്താണ് എന്നുള്ളത് ഞങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത്. ഇങ്ങനത്തെ ഒരു നിയമം 1995-ൽ ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ ഒരു നിയമം എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ നിയമമാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നതെന്ന് അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഇത് കേൾക്കുന്ന ഓരോരുത്തരും, ഈ നിയമത്തെക്കുറിച്ച് പഠിക്കുന്ന ഓരോരുത്തരും. അപ്പോൾ ഇവിടുത്തെ പല മുസ്ലിം പണ്ഡിതന്മാരും വന്ന് പറഞ്ഞു അവർ ഫോളോ ചെയ്യുന്നത് ശരീഅത്ത് നിയമമാണ്. പക്ഷേ ഇന്ത്യയിലെ അത് അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരെയും അവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമം അവർ ഫോളോ ചെയ്യുന്നത് ശരീഅത്ത് നിയമമാണ്. അപ്പം ഞങ്ങളുടെ അച്ഛന്മാർ പറഞ്ഞു നമ്മളെ കാനൂനിക നിയമമാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ നിയമത്തിന് വിധേയമായിട്ടാണ് ജീവിക്കേണ്ടത്. പക്ഷേ ഇത് ശരീഅത്ത് നിയമത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു നിയമം ഇന്ത്യൻ ഭരണഘടനയ്ക്ക്
ഇന്ത്യൻ നിയമത്തിൽ എഴുതി വെച്ചതിൻ്റെ അതിൻ്റെ എന്താണ് അതിൻ്റെ അടിസ്ഥാനം, എന്തിനു വേണ്ടിയാണ് അങ്ങനത്തെ ഒരു നിയമം എഴുതിയത്, അല്ലെങ്കിൽ ആ നിയമം അന്ന് 95-ൽ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഉണ്ടാകാൻ പോകുന്ന ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് എന്തെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് വേണം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ആ നിയമം അനുസരിച്ച് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ ആളുകൾ ഫോളോ ചെയ്യേണ്ടത് ആ നിയമത്തിന് വിധേയമായിട്ടാണ്, നിയമത്തിന് അതീതമായിട്ടല്ല. അപ്പം ആ നിയമത്തിന് വിധേയമായിട്ട് നമ്മൾ ജീവിക്കേണ്ടി വരുമ്പോൾ ഇപ്രകാരമുള്ള ഒരു നിയമം അത് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അല്ലെങ്കിൽ ലോകസഭയിൽ ഇത് അന്നത്തെ MP-മാർ, രാജ്യസഭയിലെ MP-മാർ ഇതെല്ലാം അവർ പഠിച്ചിട്ടുണ്ടോ? എന്താണെന്നുള്ളത് എനിക്കും മനസ്സിലാവുന്നില്ല. സാമാന്യബോധമുള്ള ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്നില്ല. ഇത് ആകെ അക്ഷരാർത്ഥത്തിൽ ഈ ജനങ്ങളെ തമ്മിൽ ഇതിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്, പ്രീണന നയം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് ബെന്നി പ്രതികരിച്ചത്.